ഇൻവിസിബിൾ ചെയിൻ വിത്ത് റൂബി ആൻഡ് പേൾ ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ മെറ്റീരിയൽസ് നമുക്കതൊന്ന്. നമ്മൾ ഫസ്റ്റ് ഗിയർ വയർ എടുത്തു. അതിനകത്തേക്ക് നമ്മൾ ഗിയർ ലോക്കാണ് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു പെൻഡൻറ്റ് ഉദ്ദേശിക്കുന്നത്, ആ പെൻഡൻറ്റിന് സൈഡിലായിട്ട് പേൾസും, ഞാനിന്നൊരു റൂബി പെൻഡൻ്റാണ്, റൂബി പെൻഡൻറ്റിന് രണ്ട് സൈഡിൽ പേൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളത് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് പൊസിഷൻ ചെയ്യുക. പൊസിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും ഗിയർ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗിയർ ലോക്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് ആ സെൻട്രൽ പൊസിഷനിൽ ഫിക്സ് ചെയ്യുക. ആദ്യം ഒരു സൈഡ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലും അത് അടുപ്പിച്ച് വെച്ചതിന് ശേഷം ആ പേളിൻ്റെ തൊട്ടടുത്തുള്ള ഗിയർ ലോക്കും ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് നമ്മുടെ ആ ഒരു ചെയിനിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ആ ഒരു റൂബി നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എവിടെയാണോ അടുത്ത ഒരു സെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് സെയിം പോലെ തന്നെ ആദ്യം ഗിയർ ലോക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു പേള് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സെയിം ഒരു സൈസിൽ പേള് പ്ലസ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഗോൾഡൻ ബീഡ്സ് ആണ് കൊടുത്തുള്ളത്. അപ്പോൾ ഗോൾഡൻ ബീഡ്സ് കൊടുത്തു, ദെൻ പേള് കൊടുത്തു, അഗെയിൻ ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ അതിന് ശേഷം ഒരു ഗിയർ ലോക്ക് സെയിം പോലെ തന്നെ അതിലേക്ക് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഏകദേശം എവിടെയാണോ ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് കറക്റ്റ് കൊണ്ടുവച്ചതിന് ശേഷം നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടൂൾ യൂസ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ബീഡ്സ് വെച്ചതിന് ശേഷം നെക്സ്റ്റ് അടുത്തതും നമ്മൾ അതുപോലെ തന്നെ ബീഡ്സ് ആ ഒരു ഗിയർ ലോക്ക് ചെയ്യുന്നു. എഗെയിൻ ആ ഒരു സെയിം സ്ഥലത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ കൊടുത്ത ഗോൾഡൻ ബീഡ്സ്, പിന്നെ ഒരു പേള്, പിന്നെ എഗെയിൻ ആ ഗോൾഡൻ ബീഡ്സ് കൊടുക്കും, ദെൻ ഗിയർ ലോക്ക് കൊടുക്കും. നേരത്തെ ചെയ്ത സെയിം പോലെ തന്നെ ഗിയർ ലോക്ക് രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പൊസിഷനിങ് ആണ് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ രണ്ടും ഒരേ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ആ ഒരു പൊസിഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മുടെ ചെയിനിൻ്റെ ആ ഒരു ഇതിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതവിടെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലോക്കായി നിന്നോളും. രണ്ട് സൈഡിലും നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചെയിനിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പെൻഡൻറ്റും കൊടുത്തു, പെൻഡൻറ്റിൻ്റെ പേളും നമ്മൾ റൂബി വിത്ത് പേളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഹുക്ക് പിടിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഫിഷ് ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ഫിഷ് ഹുക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം രണ്ട് ഗിയർ ലോക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എത്ര പറഞ്ഞാൽ എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. അതിന് ശേഷം നമ്മൾ ആ ഒരു ഗിയർ വയർ വളച്ചിട്ട് ഈ ഒരു ഗിയർ ലോക്കിനുള്ളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും രണ്ട് ഗിയർ ലോക്കും നമ്മൾ പ്രസ് ചെയ്തിട്ട് അതവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഹുക്ക് അവിടെ കറക്റ്റായിട്ട് നിന്നോളൂ. ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന ടൂൾ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ അതർ സൈഡിൽ നമുക്കത് ഗിയർ ലോക്ക് ഇടാനുള്ള ആ ഒരു ഫിറ്റിങ്സ് കൊടുക്കാം. അപ്പോൾ അതിന് ഇതുപോലെ തന്നെ ഹുക്ക് ഇടാനുള്ള ഫിറ്റിങ്സ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഗിയർ ലോക്ക് കൊടുക്കുന്നു. പിന്നെ ആ ഒരു ചെയിൻ പോലത്തെ ഇത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് സെയിം പോലെ തന്നെ ആ ഗിയർ വയർ വളച്ചിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക.
സെയിം പോലെ തന്നെ ഗിയർ ലോക്ക് നമ്മൾ ടൂൾ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിറ്റ് ആയിക്കോളും. എക്സ്ട്രാ പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്മുടെ ചെയിനിൻ്റെ ആ ഒരു ചെയിൻ ലാസ്റ്റ് നമ്മൾ ഹുക്ക് കൊടുക്കേണ്ട ചെയിൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സെൻറ്റർ പോർഷനിൽ നമ്മളെ ചെയിനിൻ്റെ ആ പെൻഡൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻവിസിബിൾ ചെയിൻ വിത്ത് റൂബി ആൻഡ് പേൾ. അതിൻ്റെ ഒരു ചെറിയൊരു മേക്കിംഗ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ചോദിക്കാം. നമുക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. അഡോൺ ബൈ ത്രിഷ് എന്നാണ് നമ്മളെ ഒരു പേജ് വരുന്നത്. ഒരു പേജ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. താങ്ക് യു.